ദ ജേർണലിസ്റ്റിലേക്ക് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം അഥവാ SNDP ശ്രീനാരായണീയരുടെയും ഈഴവരുടെയും നേതൃത്വത്തിലുള്ള കേരളത്തിലെ ഏറ്റവും പ്രബലമായ സമുദായ സംഘടനകളിലൊന്ന്. ശ്രീനാരായണ ഗുരുദേവനെ അത്രത്തോളം ബഹുമാനിക്കുന്ന മനുഷ്യരാണ് മലയാളികൾ. പക്ഷേ ശ്രീനാരായണ ഗുരുദേവൻ്റെ പേരിൽ SNDP യോഗത്തിൻ്റെ പേരിൽ സമൂഹത്തിൽ വൃത്തികേടും വിദ്വേഷവും വർഗീയതയും ആളിക്കത്തിക്കാൻ വരുന്ന വെള്ളാപ്പള്ളിയെ താങ്ങേണ്ട ഒരു കാര്യവും ഒരു മലയാളിക്കുമില്ല. ഇങ്ങനെയുള്ള വർഗീയ വിഷങ്ങളെ ബഹുമാനിക്കേണ്ട യാതൊരു ആവശ്യവും ഒരു മലയാളിക്കുമില്ല. കാരണം അങ്ങേയറ്റം വെറുപ്പും വിദ്വേഷവും വർഗീയതയും പച്ച നുണകളും ആളിക്കത്തിക്കുക, ആവർത്തിക്കുക എന്നതിനപ്പുറം വെള്ളാപ്പള്ളി ഇപ്പോൾ നടത്തുന്ന പ്രഭാഷണങ്ങൾക്ക്, മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തുന്ന കോമാളികളികൾക്ക് യാതൊരു വിലയും കൽപ്പിക്കേണ്ടതില്ല എന്നു തന്നെയാണ് എൻ്റെ പക്ഷം. ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് നടത്തിയിട്ടുള്ള അത്യന്തം നികൃഷ്ടമായ വർഗീയമായ നെറികെട്ട ഒരു ഭാഷണമാണ്. അതൊന്ന് കാണാം, എന്നിട്ട് പ്രതികരിക്കാം. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഈ വന്ന ആളെ എനിക്കറിയാം. റാഹീം ഇരാറ്റുപേട്ടക്കാരനാണ്, MSFൻ്റെ നേതാവാണ്. അവൻ തീവ്രവാദിയാണ്, മുസ്ലിങ്ങളുടെ വലിയ വക്താവാണ്. ഇതൊക്കെ എനിക്കറിയാം. അയാൾ ആരോ പറഞ്ഞേച്ചതാണ്. കാരണം ഒരു കർമ്മം ഒന്നുമില്ല. ഞാൻ ഇത്രയും പ്രായമുള്ള ഒരാളല്ലേ, അയാളോട് കാണിക്കുന്ന മര്യാദയില്ലേ, അയാൾ സംസാരിക്കുന്ന രീതി, ഒരു പക്വത, ഒരു ചാനൽ ചർച്ചയിൽ വരുമ്പോൾ അതിൽ ഒരു പ്രതിനിധിയാവിൽ എത്തുന്നതിൽ അവരോട് കാണിക്കേണ്ട സാമാന്യ മര്യാദയും പക്വതയും ഒന്നുമില്ലെങ്കിൽ അവൻ്റെ അപ്പുപ്പനാകാനുള്ള പ്രായം എനിക്കില്ലേ. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, അങ്ങൊരു കാര്യം മനസ്സിലാക്കുക. അങ്ങയുടെ പ്രായത്തെ ബഹുമാനിക്കുന്നത് കൊണ്ടാണ്, അങ്ങ് പ്രതിനിധാനം ചെയ്യുന്ന സാമുദായിക സംഘടനയുടെ ആത്മീയ ആചാര്യനെ ബഹുമാനിക്കുന്നത് കൊണ്ടാണ് അങ്ങയെ പലരും നടു റോട്ടിലിട്ട് തല്ലാത്തത് എന്ന് പറഞ്ഞാലും അധികമാകില്ല. കാരണം അത്രയധികം വിദ്വേഷവും തെറ്റിദ്ധാരണാജനകമായ വ്യാജ പ്രചാരണങ്ങളും ഒരു സമുദായത്തെയും ഒരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയെയും നിരന്തരമായി നുണകളുടെ വ്യാജങ്ങളുടെ പിന്തുണയോടെ കടന്നാക്രമിക്കുകയും ചെയ്യുന്നയാളാണ് നിങ്ങൾ. കഴിഞ്ഞ 3 മാസക്കാലത്തോളമായി നിങ്ങൾ ഈ പ്രവണത തുടങ്ങിയിട്ട്. ഇപ്പോൾ ഈ വരികളിൽ നിങ്ങൾ നോക്കുക. റിപ്പോർട്ടർ ചാനലിൻ്റെ തിരുവനന്തപുരം റിപ്പോർട്ടറായിട്ടുള്ള റഹീസ് റഷീദ്, അദ്ദേഹം ഒരു തീവ്രവാദിയാണ് എന്നാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരിക്കുന്നത്. എനിക്കത് അറിയാമത്രേ. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് റഹീസ് റഷീദ് തീവ്രവാദിയാകുന്നത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ മാധ്യമ പ്രവർത്തകനെ നിങ്ങൾ തീവ്രവാദി എന്ന് വിളിച്ചത്? അതിൻ്റെ എന്ത് തെളിവുകളാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? എന്താണ് അങ്ങനെ വിളിക്കാനുള്ള കാരണമെന്ന് ചോദിച്ചപ്പോൾ MSFൻ്റെ നേതാവായിരുന്നു എന്നാണ് പറയുന്നത്. MSFൻ്റെ നേതാക്കളൊക്കെ തീവ്രവാദികളാണ്, ഈരാറ്റുപേട്ടക്കാരനാണ് എന്നാണ് മറ്റൊരു കാരണമായി പറയുന്നത്. ഈരാറ്റുപേട്ടയിലുള്ളവരൊക്കെ തീവ്രവാദികളാണ്, മുസ്ലിം ലീഗുകാരൊക്കെ തീവ്രവാദികളാണ്. നോക്കുക, ഈ വന്നയാളെ എനിക്കറിയാം, ഈരാറ്റുപേട്ടക്കാരനാണ്, MSFൻ്റെ നേതാവാണ്, അവൻ തീവ്രവാദിയാണ്, മുസ്ലിങ്ങളുടെ വലിയ വക്താവാണ്. ഇതൊക്കെ എനിക്കറിയാം. അയാളെ ആരോ പറഞ്ഞയച്ചതാണ് എന്ന് എനിക്കറിയാം. ഞാൻ ഇത്രയും പ്രായമുള്ള ആളല്ലേ, മര്യാദയൊക്കെ വേണ്ടേ എന്ന് വെള്ളാപ്പള്ളി ചോദിക്കുമ്പോൾ എന്തിൻ്റെ പേരിലാണ് നിങ്ങൾക്ക് മര്യാദ തരേണ്ടത്? എന്തിൻ്റെ പേരിലാണ് നിങ്ങളെ ജനങ്ങൾ ബഹുമാനിക്കേണ്ടത്? നിങ്ങൾ ഈ നാടിനോട് ചെയ്തുകൊണ്ടിരിക്കുന്ന കൊടിയ പാതകം എത്രത്തോളം വലുതാണ് എന്ന വല്ല ധാരണയും നിങ്ങൾക്കുണ്ടോ? ആരിൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ടാണ് നിങ്ങൾ ഈ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ ദുഷിച്ച നാക്ക് വെളിയിലിട്ടുകൊണ്ടിരിക്കുന്നത്? വെള്ളാപ്പള്ളി നടേശനോടാണ് ചോദ്യം. ഈഴവരുടെ മുഴുവൻ അപ്പോസ്തലനൊന്നുമല്ല നിങ്ങൾ. ആ സാമുദായിക സംഘടനയിൽ നിങ്ങൾക്കെതിരെ ഗുരുതരമായ പല ആരോപണങ്ങളും പലരും ഉന്നയിച്ചിട്ടുണ്ടെന്ന കാര്യവും നിങ്ങൾ മറന്നു പോകരുത്. പല മരണങ്ങളും പല സാമ്പത്തിക തട്ടിപ്പുകളും ഒക്കെ നിങ്ങളുടെ പേരുകൂടി ചേർത്ത് ആരോപണങ്ങളായി ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അതും നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങളെല്ലാം തികഞ്ഞൊരാളാണ്. നിങ്ങൾ പറയുന്നവരൊക്കെ തീവ്രവാദികളാണെന്ന് ഈ സമൂഹം അംഗീകരിച്ചോണം. നിങ്ങൾ പറയുന്നതിനെതിരെ ആരും ഒന്നും പറയാൻ പാടില്ല, മറുചോദ്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അതൊക്കെ അങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ നിങ്ങളുടെ തറവാട്ട് വീട്ടിൽ നിങ്ങളുടെ പരിവാരങ്ങളോട് കാണിച്ചാൽ മതി, അല്ലാണ്ട് ഇങ്ങോട്ടെടുക്കാൻ നിൽക്കണ്ട. ഇത് ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രമാണ്, ഇത് മതനിരപേക്ഷ കേരളമാണ്. ഇവിടെ വർഗീയ അജണ്ടകളുമായി വന്നവരൊക്കെ തോറ്റു തുന്നം പാടിയിട്ടേ ഉള്ളൂ. നിങ്ങളെപ്പോലെ ഇതുപോലെ പറഞ്ഞുകൊണ്ടിരുന്ന നാക്കിനെല്ലില്ലാത്തൊരു മഹാനുണ്ടായിരുന്നു, PC ജോർജ്. ചൊറിയും കുത്തി വീട്ടിലിരിപ്പാണ്. എങ്ങനെ നടന്നിരുന്ന ആളായിരുന്നു. വർഗീയത പറയാൻ തുടങ്ങിയതോടെ ജനങ്ങൾ ആട്ടി ഒതുക്കി വീട്ടിലിരുത്തി. അങ്ങനെ കുറേ കഥാപാത്രങ്ങൾ കേരളത്തിലുണ്ട് മിസ്റ്റർ വെള്ളാപ്പള്ളി നടേശൻ.
അതൊക്കെ കണ്ടും കേട്ടും അറിഞ്ഞും അനുഭവിച്ചും മനസ്സിലാക്കിയിട്ട് വേണം ദുഷിച്ച നാക്കുമായി മുസ്ലിങ്ങൾക്കെതിരെ, മലപ്പുറത്തിനെതിരെ രംഗത്ത് വരാൻ. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ പ്രകോപിതനാകാനുള്ള കാരണം എന്താണ്? റഹീസ് റഷീദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ, മാധ്യമപ്രവർത്തകനെ തീവ്രവാദി എന്ന് വിളിക്കാനുള്ള കാരണം എന്താണ്? കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ നന്നായിട്ടങ്ങ് തേഞ്ഞൊരു സംഭവം ഉണ്ടായി. വെള്ളാപ്പള്ളി നടേശൻ പറയുകയാണ്, മലപ്പുറത്ത് SNDPക്ക് കോളേജുകളോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ അനുവദിക്കപ്പെടുന്നില്ല. മുസ്ലിം ലീഗിൽ ലക്ഷ്യമിട്ട് നടത്തിയ പ്രസ്താവനയാണ്. കാരണം UDF ഭരിക്കുന്ന കാലത്തൊക്കെ മുസ്ലിം ലീഗിനായിരുന്നല്ലോ വിദ്യാഭ്യാസ വകുപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ മുസ്ലിം ലീഗ് കാരണം മലപ്പുറത്ത് SNDPക്ക് ഒരു സ്കൂളും കിട്ടുന്നില്ല, ഒരു കോളേജും കിട്ടുന്നില്ല, അത് വർഗീയതയാണ്, മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണെന്നൊക്കെ പറയാനാണ് അവർ വെള്ളാപ്പള്ളി ശ്രമിച്ചത്. അവിടെയാണ് ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ റിപ്പോർട്ടറായിട്ടുള്ള റഹീസ് റഷീദ് കൃത്യമായൊരു ചോദ്യം ചോദിച്ചത്. അല്ല വെള്ളാപ്പള്ളി സാറേ, കഴിഞ്ഞ 9 വർഷമായി ഭരിക്കുന്നത് ആരാണ്? പിണറായി സർക്കാരല്ലേ? പിണറായി സഖാവ് അങ്ങേ കാറിൽ ഒന്നിച്ചിരുത്തി കൊണ്ടുപോയി മതനിരപേക്ഷവാദിയാണെന്നൊക്കെ പറഞ്ഞതല്ലേ? അപ്പോൾ പിണറായി സർക്കാരും നിങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് അനുമതി തന്നില്ലേ? ഇതാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? 9 വർഷമായല്ലോ പിണറായി സർക്കാർ ഭരിക്കാൻ തുടങ്ങിയിട്ട്. ഈ 9 വർഷത്തിനിടയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ നേടിയെടുത്തുകൂടായിരുന്നോ എന്നൊരു ചോദ്യം ചോദിച്ചതിൻ്റെ പേരിൽ റിപ്പോർട്ടറിൻ്റെ മൈക്ക് തട്ടിത്തെറിപ്പിച്ച് ക്ഷുഭിതനായിട്ട് വെള്ളാപ്പള്ളി നടേശൻ കാളക്കൂറ്റനെ പോലെ ഇളകി അങ്ങോട്ട് പോവുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്താണ് ഇദ്ദേഹത്തിന് പറ്റിയത്? എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ തീവ്ര വർഗീയത പറയുന്നത്? അതിനുള്ള ഉത്തരമെന്ന നിലയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. അത് ഒന്ന് വായിക്കാം. ആരാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ? മതത്തെ കവചമാക്കി രാഷ്ട്രീയം കളിക്കുകയും അധികാരമുറപ്പാക്കാൻ പാർട്ടികൾ ഉണ്ടാക്കുകയും സ്വന്തം മകനെ മുന്നിൽ നിർത്തി കേന്ദ്രഭരണത്തിൻ്റെ ചിറകിനടിയിൽ സുരക്ഷ തേടുകയും ചെയ്ത ഒരാൾ. BDJS മുതൽ NDA വരെ നീളുന്ന ഈ യാത്ര സമുദായ സേവനത്തിൻ്റെ കഥയല്ല, അധികാര സംരക്ഷണത്തിൻ്റെ കഥയാണ്. ഒരു വശത്ത് BJPയുടെ കൂടാരത്തിൽ സുഖമായിരിക്കുന്നു, മറുവശത്ത് LDFൻ്റെ ചുറ്റും കറങ്ങി ഞാനും ഇടതുപക്ഷത്തിൻ്റെ ആളാണ് എന്ന തോന്നൽ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ സത്യം വ്യക്തമാണ്, വർഗീയ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഇടതുപക്ഷത്തിൻ്റെ ആത്മാവുമായി ഒരു ബന്ധവുമില്ല. ഇടതുപക്ഷം രൂപപ്പെട്ടത് ചരിത്രബോധത്തിലൂടെയും സാമൂഹിക നീതിയിലൂടെയുമാണ്. കുമാരനാശാനും സഹോദരൻ അയ്യപ്പനും സ്വപ്നം കണ്ട കേരളത്തിലാണ് ആ രാഷ്ട്രീയം വളർന്നത്. അവിടെ ഒരിക്കലും നിലനിൽക്കാൻ കഴിയാത്ത ഒരാളെ ഇടതായാലും വലതായാലും മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നത് മതസൗഹാർദ്ദം ആഗ്രഹിക്കുന്ന കേരളത്തോടുള്ള തുറന്ന വെല്ലുവിളിയാണ്. ഇത്തരം വർഗീയ മുഖങ്ങളെ സമയത്ത് തിരിച്ചറിയാതെ പോയാൽ വലിയ വില നൽകേണ്ടി വരുമെന്നത് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വീണ്ടും തെളിയിച്ചു. ഇനി അത് മനസ്സിലാക്കാതെ നടിക്കുന്നത് ആത്മഹത്യയ്ക്ക് സമാനമാണ്. 1996 മുതൽ ഇന്ന് വരെ 3 പതിറ്റാണ്ട് അധികാരത്തിൻ്റെ മുകളിലിരുന്ന ഒരാൾ പക്ഷേ ഇന്നത്തെ അവസ്ഥയിൽ കേരളത്തിൻ്റെ സമൂഹ മനസാക്ഷിയുടെ മുന്നിൽ ഇത്രയും നിസ്സഹായനായി നിൽക്കേണ്ടി വന്നിട്ടില്ല. ഒരു കാലത്തെല്ലാം നിയന്ത്രിച്ചിരുന്നു എന്ന് അവകാശപ്പെട്ടയാൾ ഇന്ന് മുഖ്യമന്ത്രിയുടെ കാറിൽ കയറിയതാണോ നിങ്ങളുടെ പ്രശ്നമെന്ന് ചോദിക്കേണ്ട അവസ്ഥയിലെത്തിയത് തന്നെ അതിൻ്റെ തെളിവാണ്. മുമ്പ് ഏത് മുന്നണിക്ക് ജയമുണ്ടായാലും അത് തൻ്റെ എന്ന് പറഞ്ഞിരുന്ന ആളാണ് ഇയാൾ. ഇന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വന്നപ്പോൾ ആ ആത്മവിശ്വാസം മുഴുവൻ ചോർന്നിരിക്കുന്നു. താൻ ചേർന്നു നിന്നവർക്കും തന്നെ ചേർത്ത് പിടിച്ചവർക്കും ഇന്ന് താൻ ഒരു രാഷ്ട്രീയ ഭാരമായി മാറിയെന്ന് മനസ്സിലായതാണ് ഈ അസ്വസ്ഥതയുടെ കാരണം. തനിക്കൊപ്പം നിൽക്കാൻ ഈഴവ സമുദായ നേതാക്കളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയും അവരെ തെരഞ്ഞെടുപ്പുകളിൽ തോൽപ്പിക്കുകയും സ്വന്തം വിശ്വസ്തരെ വിവിധ പാർട്ടികളിൽ കയറ്റിവെക്കുകയും ചെയ്തതിൽ സന്തോഷം കണ്ട ഒരാൾ ഇന്ന് അതേ നിസ്സഹായത തന്നെയാണ് അനുഭവിക്കുന്നത്. സുകുമാർ അഴീക്കോട് ഒരു കാലത്ത് ചന്ദ്രമരം എന്ന് വിശേഷിപ്പിച്ച സംഘടനയിൽ 30 വർഷം ഇരുന്നിട്ടും പൊതുസമൂഹത്തിലോ സ്വന്തം സമുദായത്തിനുള്ളിലോ പോലും യഥാർത്ഥ അംഗീകാരം നേടാനാകാത്തത് തന്നെയാണ് ഈ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിധി. ഇതൊന്നും യാദർശികമല്ല, ഇത് പ്രതികാരമല്ല, ഇത് കാലത്തിൻ്റെ കണക്കെടുപ്പാണ് എന്നാണ് ഈ പോസ്റ്റിൽ പറയുന്നത്. നോക്കുക, വെള്ളാപ്പള്ളി നടേശനെക്കുറിച്ച് ഇതിലും കൃത്യമായി എങ്ങനെ വിശദീകരിക്കാൻ കഴിയും? അപ്പനും മോനും ചേർന്ന് ഒരു വശത്ത് ഇടതുപക്ഷം, ഒരു വശത്ത് BJP, കേന്ദ്രവും കേരളവും ഭരിക്കുന്ന പാർട്ടികൾക്കൊപ്പം നിൽക്കുന്നു. റബ്ബർ പോലെ വലിഞ്ഞ് രാഷ്ട്രീയവും മതവും വർഗീയതയും പറയുന്നു. പ്രീണിപ്പിക്കേണ്ട നേതാക്കളെയും മുന്നണികളെയും, അതായത് അധികാരമുള്ള കേന്ദ്രങ്ങളെ കൃത്യമായി പ്രീണിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ കാരണമാണ് നിങ്ങൾ ഭരിക്കുന്നത് എന്ന പൊതുസമൂഹത്തിലൊരു ഖ്യാതി ഉണ്ടാക്കി അവരെ തെറ്റിദ്ധരിപ്പിച്ച് ഇമാതിരി വൃത്തികേടുകളും വഷളത്തരങ്ങളും വിവരക്കേടുകളും വിളിച്ചു പറയുകയാണ് വെള്ളാപ്പള്ളി. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും നികൃഷ്ടമായ രീതിയിൽ കേരളത്തിൽ വർഗീയത പറയാൻ, ഒരു സമൂഹത്തെയും ഒരു നാടിനെയും നിരന്തരമായി കടന്നാക്രമിക്കാൻ വെള്ളാപ്പള്ളിക്ക് ആരാണ് ലൈസൻസ് കൊടുത്തത്? ഇതിനെ തിരുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകാതെ പിണറായി വീണ്ടും വെള്ളാപ്പള്ളിയെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഈഴവ സമുദായത്തിൻ്റെ വോട്ടുകൾ മുഴുവൻ അങ്ങനെ നേടി വെള്ളാപ്പള്ളിയെ പ്രോത്സാഹിപ്പിച്ച് വിജയത്തിലേറാൻ സാധിക്കുമെന്നാണ് ഇടതുപക്ഷം കരുതുന്നതെങ്കിൽ
കേരളത്തിലെ ജനങ്ങൾ പൊട്ടന്മാരല്ല എന്ന് മാത്രമാണ് പറയാനുള്ളത്. വെള്ളാപ്പള്ളിയെ താങ്ങും തോറും ഇടതുപക്ഷത്തിന് തിരിച്ചടി വർദ്ധിക്കുകയുള്ളൂ, പിണറായിക്കെതിരായ ജനവികാരം ശക്തമാവുകയുള്ളൂ. ഇമാതിരി അഴിഞ്ഞാട്ടത്തിനൊന്നും ഒരു നേതാവിനെയും അനുവദിക്കരുത് കേരളത്തിലെന്നാണ് എനിക്ക് പറയാനുള്ളത്. ചുരുങ്ങിയത് വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന വാദങ്ങൾ അല്പമെങ്കിലും സത്യത്തോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയാമായിരുന്നു. ഇവിടെ തീർത്തും വ്യാജമായ പ്രചാരണങ്ങളാണ് വെള്ളാപ്പള്ളി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു റിപ്പോർട്ടർ വെള്ളാപ്പള്ളി പറഞ്ഞ നുണകൾ പൊളിച്ചപ്പോൾ അയാളെ ഉടനെ തീവ്രവാദിയാക്കി, ഈരാറ്റുപേട്ടക്കാരൻ, മുസ്ലിങ്ങളുടെ വക്താവ്, MSFകാരൻ എന്നൊക്കെ പറഞ്ഞ് അയാളൊരു തീവ്രവാദി എന്ന് വിളിക്കുകയാണ്. ഒരു തെളിവുമില്ലാതെ, അത്തരത്തിലൊരു കേസ് പോലുമില്ലാതെ ഇരിക്കുന്ന ഒരു റിപ്പോർട്ടറെ കുറിച്ചാണ് ഇമാതിരി അനാവശ്യം പറയുന്നത്. അതിനുശേഷം മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട് വെള്ളാപ്പള്ളിയോട് അതിനുള്ള തെളിവെന്താണെന്ന്. അത് നിങ്ങൾ എന്നോട് കളിക്കാൻ വരരുത്, എൻ്റെ അടുത്ത് സൂക്ഷിച്ച് സംസാരിക്കണം, എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് പൊക്കോ എന്നൊക്കെ പറഞ്ഞ് പിന്നെ ധാർഷ്ട്യം കളിയാണ്, തമ്പ്രാൻ കളിയാണ്. രേഖ ചോദിക്കുമ്പോൾ ഇതാണ് ആ രേഖ, നിങ്ങളിത് വിശ്വസിച്ചോണം എന്ന് പറയുകയാണ്. എവിടെ ചെന്ന് നിൽക്കുമെന്നത് കാത്തിരുന്ന് കാണണം. മതനിരപേക്ഷ കേരളത്തിൽ, ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിലാണ് വെള്ളാപ്പള്ളി ഇങ്ങനെ വർഗീയമായി അഴിഞ്ഞാടുന്നത് എന്നുള്ളത് പ്രത്യേകം മനസ്സിലോർത്ത് വയ്ക്കുകയും വേണം.